ചെക്കിംഗ് ആണ്, കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. ചെക്കിങ്ങോ? ആര്? സോളമൻ സാറാണ്. ഏത് സോളമൻ? പുതിയ SI സബ് ഇൻസ്പെക്ടർ സോളമൻ. സാർ പോയി നോക്കടോ എവന്റെ അമ്മയ്ക്ക് അന്ത്യകൂതാശ കൊടുക്കാൻ ഇത്ര തിരക്കായതെന്ന്. എത്ര ഉണ്ട്? 15. ഇടമറ്റത്ത് കുഞ്ഞുഞ്ഞിന്റെ അല്ലയോടോ തടി? അതെ സാർ. കാട്ടിലെ തടി കുഞ്ഞുഞ്ഞിന്റെ ആന. എടോ, ഈ ഇടമറ്റത്ത് കുഞ്ഞുഞ്ഞ് അങ്ങേറെ കുഞ്ഞുനാളി കാട്ടിൽ കയറി തൈ വെച്ച് വെള്ളം ഒഴിച്ച് വളർത്തി വലുതാക്കിയൊന്നും അല്ലല്ലോ ഈ ലോറിയുടെ നെഞ്ചത്ത് കയറ്റി വെച്ചേക്കുന്നേ, ആണോ? അല്ല സാർ. അപ്പൊ പിന്നെ ഇങ്ങനെ ഉണ്ടാക്കുന്ന കാശിൽ നിന്ന് നേരെ ചൊവ്വേ ഒരു തുക ഈ പാവപ്പെട്ട പോലീസുകാരുടെ വെൽഫെയറിന് വേണ്ടി ചെലവാക്കാൻ പറയടോ കുഞ്ഞുഞ്ഞിനോട്. 15,000 ഉലുവ. ലോറിയും തടിയും താൻ അങ്ങോട്ട് മാറ്റിയിട്. എന്നിട്ട് കുഞ്ഞുഞ്ഞു മുതലാളിയോട് എന്നെ ഒന്ന് വിളിക്കാൻ പറ. ആരാടോ? ബാംഗ്ലൂരിൽ നിന്നൊരു വെക്കേഷൻ ട്രിപ്പ് വരുന്ന പിള്ളേരാ. അപ്പൊ അവിടെ കാത്തു കിടന്ന് സമയം കളയണ്ടല്ലോ എന്ന് കരുതി അവര്. ഓ, അത്രയ്ക്ക് തിരക്കാന്നോ? എന്നാ പൗലോത്തൊരു കാര്യം ചെയ്യും, പിള്ളേരോട് പറ വണ്ടി തിരിച്ചോളാൻ. എന്നിട്ട് കുമിളി റൂട്ടിൽ കയറി വിട്ടോളാൻ പറ. ഒരു 10-20 കിലോമീറ്റർ വളവാന്നേ ഉള്ളൂ, പെട്ടെന്നങ്ങ് ചെല്ല. അല്ല സാറും അതാ ഉമ്മച്ചന്റെ അനിയനും കൂട്ടുകാരുവാ. സാറിന് അങ്ങനെ അറിയാഞ്ഞിട്ടാ. ഉമ്മച്ചൻ ഇവിടുത്തെ ഒരു ഏത് തൊമ്മിച്ചനായാലും താൻ ചെന്ന് പറ, ഞാൻ പറഞ്ഞു. ഞാനൊന്ന് പോയി സംസാരിക്കട്ടെ ആളോട്. ഓ, ഒരു കാര്യമില്ല, അങ്ങേര് പറഞ്ഞതാ. മക്കളൊരു കാര്യം ചെയ്, വണ്ടി തിരിച്ചോ. സാറേ, വാവച്ചന്റെ വണ്ടിയാ, ഇരുട്ടി വാവച്ചൻ. സോളമന്റെ അമ്മയെ കിട്ടിയ നായരോ? താക്കോല് തടാ. ഇവനെ പൊക്കിക്കോ, വണ്ടി ഞാൻ എടുത്തോളാം. ബാക്കിയുള്ളവരടക്കം പോയിക്കോളാം പറ. പാപ്പച്ചി, കുഴപ്പാന്നോടാ? ആണെന്നാ തോന്നുന്നേ. ആളെന്തിയെ? അകത്തോണ്ട്. സാറേ, ബാവച്ചൻ വന്നു. വരണം, ഇല്ലെങ്കിൽ വരുത്തും സോളമൻ. എന്റെ പൊന്ന് സാറേ, ഇച്ചിരി കഞ്ചാവ് കടത്തി, ഇച്ചിരി ചന്ദനമുട്ടി വിറ്റും ഒത്തിരി കഷ്ടപ്പെട്ടാ സാറേ ഈ കാണുന്നൊക്കെ ഞാൻ ഉണ്ടാക്കിയത്. ഇപ്പൊ പഴയ പോലെ അങ്ങനെ വലിയ ലാഭമൊന്നുമില്ല സാറേ. സാർ ഇപ്പൊ പിടിച്ചെടുത്തിരിക്കുന്ന വണ്ടിക്കകത്ത് നേരായിട്ട് ഞാൻ പറയാം, സാർ ഉദ്ദേശിച്ചത് തന്നെയാ, നീലച്ചടനാ. പക്ഷെ എന്റെ പൊന്ന് സാറേ, ഇതങ്ങ് മലബാറിൽ എത്തിച്ചാൽ എന്നാ കിട്ടുമെന്നാ? കിട്ടുന്ന ഉലുവയുടെ കണക്ക് ഞാൻ പറയാം. വണ്ടിയിലുള്ള കഞ്ചാവിന്റെ മൊത്തം കണക്കെടുത്ത കുറഞ്ഞത് 2 കിൻഡൽ വരും. ഞാൻ കുഴഞ്ഞു. കിലോയ്ക്ക് മിനിമം 10,000 വെച്ച് ലാഭം കിട്ടിയ അത് കിട്ടും നീലയല്ലയോ? 10,000 ഗുണം 2 കിൻഡൽ 20 ലക്ഷം. ഞാൻ വിട്ടു, വാവത്തിന് ചരക്ക് വിട്ടിടണം. അതിനിപ്പോ സാറിന് എന്നാ വേണ്ടത്? ലാഭത്തിൽ പകുതി. അയ്യോ, അതിത്തിരി കൂടി പോയില്ലേ സാറേ? ഒരൊറ്റ പൈസ കൂടുതലില്ല, ഒട്ടും കുറയേയില്ല. ഉറപ്പാണോ? സോളമന് 2 വാക്കില്ലടോ. എന്നാ സോളമൻ സാറ് കേട്ടോ, വാവത്തിന് രണ്ടാമതൊരു വാക്ക് കൂടി ഉണ്ട്. ഞാനൊന്നും തരാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിലോ? എങ്കിലാ ചരക്കങ്ങ് സോളമൻ എടുക്കും. എന്നിട്ട് അത് വിറ്റേച്ച് പകുതി ലാഭം തനിക്ക് ഇങ്ങോട്ട് എത്തിച്ച്. സാറേ, ഇത് വാവച്ചന്റെ തട്ട. ഇവിടെ കയറി വന്നിട്ട് ഒരുത്തനും ഗുണവധികാരത്ത് നിന്നിട്ടില്ല, നിന്നങ്ങോട്ട് വിടുകയില്ല. അതുകൊണ്ട് സാറാ വണ്ടിയുടെ താക്കോൽ വെച്ചിട്ട് പോ. ഇല്ലെങ്കിൽ നീ എന്നെ അങ്ങ് അണ്ണാക്കി കേറ്റൂടാ റാസ്കൽ. കേറ്റൂടാ.
കള്ള കഴുകണ പോലെ. നീ എന്റെ മാനം കാത്തടാ പോലെ. കേട്ടോ ബാപ്പച്ചി, 6-ാം മൈലിൽ സ്കോഡുകാർ ചെക്ക് പോസ്റ്റ് ഇട്ടെന്ന് കേട്ടപ്പോഴേ എന്റെ നല്ല പ്രാണൻ അങ്ങ് പോയി. സംഗതി ഒറ്റ, ഒരു വഴിയില്ല കർത്താവെന്ന് വിചാരിച്ചിരിക്കുമ്പോ ഈ സോളമൻ സാറിന്റെ തലച്ചോറാ. 1-ാം വളവിന്റെ അടുത്തൊരു ചെക്കിങ്ങും വണ്ടി പിടുത്തം. മരിച്ചാലും മറക്കുകയല്ലേ സാറേ. പറഞ്ഞോ സാറിന് എന്നാ ഈ വാവച്ചൻ ചെയ്തു തരേണ്ടത്? പറഞ്ഞോ. അവന്മാര് വണ്ടി പിടിച്ചിരുന്നാലേ എന്റെ 2 കിണ്ടിൽ കഞ്ചാവങ്ങ് പോകും. പിന്നെ 2004 മോഡലൊരു വണ്ടി, ദിവാറിന് വേണ്ടി കുറച്ച് കാശും. അതൊക്കെ വാവച്ചന് പുല്ല. പക്ഷേ പേദൂഷ്യം ഉണ്ടാക്കിയ പിന്നെ എനിക്ക് നാട്ടിൽ കാലുകുത്താൻ ഒക്കുകയില്ല. എന്റെ അപ്പൻ അവധക്കുട്ടിയുടെ വിചാരം ഞാൻ ഇവിടെ മലഞ്ചരക്കിന്റെ അവധി വ്യാപാരം നടത്തുക. ഇതെങ്ങാനും അറിഞ്ഞ ഒരു തൂമ്പായി എടുത്തു വന്നിട്ട്, എടാ മോനെ നീ നേരെ പറമ്പിലോട്ട് വിട്ടോളാന്ന് പറയും അപ്പൻ. തന്തമാരുടെ കാര്യം കള. ഇതിനകത്തൊരു ഒറ്റിന്റെ കാര്യം പറഞ്ഞായിരുന്നല്ലോ വാവച്ചൻ. എന്നതാ? അതിലോട്ടാ വരുന്നത്. സാറൂടെ വന്നപ്പോഴേ കേട്ട് കാണും. ഒരു ഉമ്മച്ചൻ, പഴയ MLA, ചത്തുപോയ പ്ലാന്റ് ചാക്കോടെ മോൻ. അവനുമായിട്ടുള്ള എന്റെ ഈ പൊരുത്തു തുടങ്ങിയിട്ട് കൊല്ലം കുറെ ആയി. ഉമ്മച്ചൻ ഞാൻ കേട്ടു. പക്ഷെ അയാൾക്ക് കഞ്ചാവുണ്ടോ? നേരിട്ടല്ലെങ്കിലും ചില ഒത്തുകച്ചവടമൊക്കെ ഉണ്ട്. പോളിറ്റിക്സ് അല്ലയോ, ഇല്ലാണ്ട് പറ്റുകയല്ലോ. പക്ഷെ ഇന്നത്തെ കളി അത് വേറെയാ. അരമനയിൽ നിന്നലെ പിതാവ് വിളിച്ചായിരുന്നു. പിതാവിന്റെ മധ്യസ്ഥതയിൽ ഒരു കോംപ്രമൈസ്. ഇലക്ഷനിന് നാള് കുറച്ചല്ലേ ഉള്ളൂ. നാളെ ആ അരമന ചെല്ലാവെന്ന് വെച്ചിരിക്കുന്നേ. ഇന്ന് എന്റെ ഒരു ലോഡെങ്ങാനും അകത്ത് പോയിരുന്നെങ്കിൽ നാളെ അവന്റെ മുമ്പിൽ ഞാനൊന്ന് കുനിയേണ്ടി വന്നേനെ. അവനൊന്നും ഞെളിയാനും. വെൽക്കം സർ. ഹേമാനെ കാണാതായപ്പോ ഞങ്ങൾ അങ്ങ് തുടങ്ങി. മാസാവസാനം അല്ലയോ? സർക്കാരിന്റെ ഖജനാവ് പറ്റാതിരിക്കണമെങ്കിൽ അതിന് ഞങ്ങൾ പോലീസുകാരെ വിചാരിക്കണം. സണ്ണി ആയിരിക്കുന്ന അവനല്ലയോ നമ്മുടെ വണ്ടി തിരിച്ചുവിടാൻ പറഞ്ഞ സബ് ഇൻസ്പെക്ടർ? ആണെന്ന് തോന്നുന്നു. അതാരാ ഗുരുച്ച പോലീസുകാരൻ? അത് സോളമൻ, സബ് ഇൻസ്പെക്ടർ സോളമൻ. സബ് ഇൻസ്പെക്ടർ സോളമൻ എന്ന് പറഞ്ഞാൽ സബ് ഇൻസ്പെക്ടർ സോളമൻ എന്നല്ലോ, കിങ് സോളമൻ എന്നല്ലോ. ഹലോ സബ് ഇൻസ്പെക്ടർ, ആ എന്തോന്നാടാ പേര് പറഞ്ഞേ? ഓ സോളമൻ. ഞാനൊന്ന് പരിചയപ്പെടാൻ വന്നതാ. ഐ ആം ഡെന്നിസ്. അങ്ങനെ ആന്ന് പറഞ്ഞ് കൊച്ചാക്കല്ലേ. ഞാൻ ഡെന്നിസ്, പ്ലാന്റർ ചാക്കോച്ചന്റെ ഇളയ മോൻ, ex-MLA ഉമ്മച്ചന്റെ ബ്രദർ. അതിന്റെ ഒരു റെസ്പെക്ട് എനിക്ക് തരണം സബ് ഇൻസ്പെക്ടർ സോളമൻ. അനിയൻ പോയിട്ട് പിന്നെ വാ, ഞാനൊരല്പം തിരക്കിലാണ്. പിന്നീട് വരാൻ ഒക്കത്തില്ല, തന്നെക്കാളും തിരക്കിലാ ഞാൻ. ബാംഗ്ലൂരിൽ നിന്ന് ഞാൻ കൂടെ കൊണ്ടുവന്ന ഈ പിള്ളേരുടെ മുമ്പില് ഞാൻ തീരെ അങ്ങ് കൊച്ചായി പോയല്ലോ സോളമ. ഇവന്മാരുടെ ഇടയിൽ ഞാൻ ഉണ്ടാക്കിയെടുത്ത ഇമേജും അന്തസ്സൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് താൻ ഇല്ലാതാക്കി കളഞ്ഞ്. അത് താനങ്ങനെ കോമ്പൻസേറ്റ് ചെയ്യുന്നു പറ. കൈയെടുക്കടാ. സ്റ്റൈലാക്കല്ലേ. സോളമൻ സാർ എണീറ്റ് എന്റെ കൂടെ ടേബിൾ വരെ വാ. ടെന്നീസ് ആരാന്ന് അവന്മാർക്കൊന്ന് ബോധ്യപ്പെടണ്ടായോ? പ്ലാന്റർ ചാക്കോച്ചന്റെ മോനും ഉമ്മച്ചന്റെ അനിയനും ഒക്കെ നിന്റെ കുടുംബത്തിൽ മതി. വെളിയിൽ ഇറക്കിയാലുണ്ടല്ലോ ചവിട്ടി പരിപ്പ് ഞാൻ എടുക്കും. റാസ്കൽ.
ആ അതെ, ഇല്ല ഞാൻ റോബിനാ. ഉമ്മച്ചനകത്ത് ബിഷപ്പുമായിട്ട് എന്തോ സംസാരത്തിലാ. ആ കുറെ നേരമായി, ഇപ്പൊ ഇറങ്ങാറൊക്കെ കാണും. ഇത്രയും നേരമായി നമ്മൾ സംസാരിച്ച വിഷയം തന്നെയാണ്. ഈ സഭയുടെയും സമൂഹത്തിന്റെയും നന്മയെ കരുതിയെങ്കിലും പരസ്പരമുള്ള ഈ മത്സരം ഒന്ന് അവസാനിപ്പിച്ചുകൂടെ? എന്താ ഉമ്മച്ച? പിതാവിന് അറിയാത്തല്ല, ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിലും CC പ്ലാന്റേഷന്റെ MD എന്ന നിലയിലും ഒരുപാട് തിരക്കുള്ള ആളാണ് ഞാൻ. അതൊക്കെ മാറ്റിവെച്ച് ഞാനിവിടെ വന്നത് പിതാവിന്റെ വാക്കിന്മേലുള്ള എന്റെ വിശ്വാസം കൊണ്ട് മാത്രമാണ്. എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇതിനപ്പുറം ഒന്നും പറയാനില്ല. ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ല. ഞാൻ ഇറങ്ങുന്നു. എന്തായി? അവനോട് പോകാൻ പറ. അവന്റെ കളിയൊക്കെ അങ്ങ് മലബാറില്. ഉമ്മച്ചിനെ ഒതുക്കാൻ ഇതുപോലൊരു വാവച്ചൻ പോരാ. അതവൻ അറിയാഞ്ഞിട്ടാ. ഉമ്മച്ചായനങ്ങ് വന്നേ. എന്താടാ? വീട്ടിൽ നിന്ന് ഇച്ചയി കുറെ തവണ വിളിച്ചു, പിന്നെ ഓഫീസിൽ നിന്ന് സീവറും. ഉമ്മച്ചായനോട് പിതാവിന്റെ അടുത്തായതുകൊണ്ടാണ് ഞാൻ. കാര്യം എന്നാന്ന് പറയടാ. ബാംഗ്ലൂരിൽ നിന്ന് ഡെന്നിച്ചിനും കുറച്ച് ഫ്രണ്ട്സുമായിട്ടൊന്നിൽ എത്തിയായിരുന്നു. പക്ഷേ രാത്രി ക്ലബിൽ വെച്ചെന്തോ കശപിച്ച. ആ പുതിയ SI ഇല്ലേ, അയാളുമായിട്ട് ഇപ്പൊ ലോക്കപ്പിലാ 4 പേരും. ഇതേവരെ വിട്ടിട്ടില്ല. കറിയാച്ചൻ ഇല്ലായിരുന്നു അവിടെ. പോയി ഇറക്കിക്കൊണ്ട് വരാനുള്ളതിന്. കറിയാച്ചൻ പോയായിരുന്നു ഒരു വക്കീലുമായിട്ട്. പക്ഷെ ഉമ്മച്ചൻ തന്നെ നേരിട്ട് വരണമെന്ന് ഒറ്റ വാശിയിൽ അയാൾ ആ SI.